വെൽക്കം ടു ടെക് ടോക്ക് ബൈ ഷറഫു. നമ്മളൊരു വീട് വെക്കാൻ ലോണിന് അപേക്ഷിക്കുമ്പോഴോ അതല്ലെങ്കിൽ വസ്തു സംബന്ധമായ മറ്റാവശ്യങ്ങൾക്കോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് അഥവാ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. എന്താണ് ഈ സർട്ടിഫിക്കറ്റ്? ഇത് എന്തിനൊക്കെയാണ് ആവശ്യമായി വരുന്നത്? എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് നോക്കാം. ഒരു നിശ്ചിത ഭൂമി നിലവിൽ നിങ്ങളുടെ കൈവശമാണെന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന രേഖയാണിത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിലവിൽ ആ ഭൂമി ആരുടെ അധീനതയിലാണ് എന്ന് സർക്കാർ രേഖാമൂലം ഉറപ്പുവരുത്തുന്നത് ഈ സർട്ടിഫിക്കറ്റ് വഴിയാണ്. എപ്പോഴൊക്കെയാണ് ഇത് ആവശ്യമായി വരുന്നത് എന്ന് നോക്കാം. ഒന്ന്, ബാങ്ക് ലോണുകൾ, അതായത് ഭവന വായ്പകൾക്കോ മറ്റ് വസ്തു ഈടുവെച്ചുള്ള വായ്പകൾക്കോ ഇത് നിർബന്ധമായ ഒരു രേഖയാണ്. രണ്ട്, വീട് പണിയുന്നതിന് മുൻപ് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പെർമിറ്റ് ലഭിക്കാൻ ഇത് നിർബന്ധമാണ്. മൂന്ന്, കൃഷി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള സർക്കാർ സബ്സിഡികളോ ലഭിക്കുന്നതിന് വേണ്ടി ഈ രേഖ നിർബന്ധമാണ്. ഇനി ഇതിന് അപേക്ഷിക്കുന്നതിന് വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഭൂമിയുടെ ആധാരത്തിന്റെ പകർപ്പ്. രണ്ട്, ഏറ്റവും ഒടുവിൽ കരമടച്ച ലാൻഡ് ടാക്സ് റെസിപ്റ്റ്. മൂന്ന്, കുടിക്കിട സർട്ടിഫിക്കറ്റ്. നാല്, ആധാർ കാർഡ്. ഇനി മേൽപ്പറഞ്ഞ രേഖകളുമായി നിങ്ങളുടെ അടുത്തുള്ള CSC കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോ ഇതിനായുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ നൽകി വില്ലേജ് ഓഫീസറുടെ പരിശോധനയ്ക്ക് ശേഷം സാധാരണയായി 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്ത് ഓൺലൈനായി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇനി ഫ്ലാറ്റോ അല്ലെങ്കിൽ അൺഡിവൈഡഡ് ഷെയറോ ആണ് നിങ്ങളുടെ വസ്തു എങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ നേരിട്ട് തന്നെ അപേക്ഷ സമർപ്പിച്ച് പൊസഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത ടെക് ടോക്കുമായി വീണ്ടും കാണാം. ബൈ.